ഇന്ന് നമുക്ക് ഈ മാംഗോ വെച്ച് ഒരു കിടിലൻ മാംഗോ റൈസ് ഉണ്ടാക്കാം. അതിനാദ്യം മാംഗോ നമുക്ക് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു ചട്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ജീരകവും കൂടി പൊട്ടിച്ച ശേഷം ഇനി അതിലേക്ക് 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് 1 സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് അതും ഒന്ന് മൂപ്പിക്കുക. കുറച്ച് പീനട്സും കൂടി ഇടാം. ഇനി ഇതിലേക്ക് ഉണക്കമുളകും ഓരോ സ്പൂൺ വീതം ചെറുതായി അരിഞ്ഞ ജിഞ്ചറും ഗാർലിക്കും പച്ചമുളകും കൂടി ഇടാം. ഇതൊന്ന് വഴന്നു വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കായവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി നമുക്കൊരു കുഞ്ഞ് സവാള എടുത്ത് കുനുകുനാന്നരിഞ്ഞ് അതും കൂടി അതിനകത്തേക്ക് ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അതും ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ചേർക്കാം. മാങ്ങ എപ്പോഴും ചേർക്കേണ്ടത് മാങ്ങയുടെ പുളിയും എടുക്കുന്ന റൈസിന്റെ അളവും കൂടെ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇനി ഈ മാങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 1 സ്പൂൺ ശർക്കരപ്പൊടി കൂടെ ചേർക്കാം. ഇതിന്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനാണത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ റൈസ് റെഡിയായി. പച്ചമാങ്ങ ധാരാളമായുള്ള ഈ സീസണിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.